ഇപ്പോഴും ഞാൻ പറയുന്നു, ലോകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താ? ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നും ആദ്യകാലങ്ങളിൽ ഒന്നായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നും എനിക്കൊന്ന് ടയറാണ്, ഇലക്ട്രിസിറ്റിയാണ്, തീയാണ്, മൂന്ന് ഇപ്പൊ ഇന്റർനെറ്റ് ഒരു വലിയ കണ്ടുപിടുത്തമാണ്. ടയറും ഇലക്ട്രിസിറ്റിയും അല്ല, അതിനൊക്കെ മുമ്പ് തീ കണ്ടുപിടിച്ചല്ലോ. തീ കണ്ടുപിടിച്ചതല്ലോ, തീ ഉണ്ടായിരുന്നു. തീ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ. അതെ, ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിനെ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു സ്ഥാനം ഞാൻ പറഞ്ഞുതരാം. അതായത് മനുഷ്യനെ ആശയവൽക്കരണം ചെയ്താലോ എന്നല്ലെങ്കിൽ നമുക്ക് ആശയവിനിമയം ചെയ്താലോ എന്ന് ചിന്തിച്ചതാണ് അവൻ്റെ വലിയ കണ്ടുപിടുത്തം. അതിനുവേണ്ടി അവനെന്ത് ചെയ്തു? അതായത് മറ്റെല്ലാ ജീവികളും പരസ്പരം ആശയം കൈമാറും. ഒരു ഇണചേരാനായാലും എല്ലാത്തിനും കൈമാറും. ഇത് എൻ്റെ അസാന്നിധ്യത്തിലും എൻ്റെ മെസ്സേജ് മറ്റൊരാൾക്ക് അറിയണം. ഭാഷ കണ്ടുപിടിച്ചു അല്ലേ? ഭാഷ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവൻ ആശയവിനിമയത്തിനുള്ള തയ്യാറെടുപ്പെടുത്തുക. അതിൽ നിന്നുണ്ടായ സാധനം മാത്രമാണ് ഭാഷ. അതായത് എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എഴുതി വെച്ചു, അടയാളപ്പെടുത്തി. മരശിഖരങ്ങളും കല്ലുകളും ഒക്കെ വെച്ചിട്ട് അവിടെ ഞാൻ അതുവഴിയാണ് പോയത്. അതായത് പോകുന്ന സ്ഥലത്തൊക്കെ ഒടിച്ചൊടിച്ച് വെച്ചിട്ട് പോവുക, അടയാളപ്പെടുത്തി കൊണ്ടുപോയി. അതായത് അങ്ങോട്ട്. അപ്പം ഇത് സ്ഥായിയല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഇത് പൊതുവെ പഠിക്കുമ്പോൾ നമ്മൾ തീ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമെങ്കിലും എന്താണ്, ഇത് സ്ഥായിയല്ല. അതായത് ഇത് ഇരിക്കില്ല, ഇന്ന് വെച്ചാൽ നാളെ അത് സ്ഥാനമാറ്റം വരാം. അപ്പോഴാണ് ചിഹ്നങ്ങളും അടയാളങ്ങളും ചേർത്തവർ. അതിന് തന്നെ എത്ര നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ടാവും എന്നറിയാമോ അതിന്റെ ആ ചേഞ്ചിലോട്ട് വരാൻ? സ്ഥിരം ഒരു വഴിക്ക് തന്നെ പോയി നടപ്പാതകൾ ഉണ്ടാക്കി ഇങ്ങനെ കുറേ അടയാളങ്ങൾ കാര്യങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്ത് ചിഹ്നങ്ങളും അടയാളങ്ങളും പാറകളിലൂടെ കുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ഇത് എഴുതണം അല്ലെങ്കിൽ ഇത് വരയ്ക്കണം എന്ന് തോന്നിയ സമയത്താണ് സത്യത്തിൽ എഴുത്തുവിദ്യ എന്ന് പറയുന്നൊരു ഒരു ഇതിന് രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ എഴുത്തുവിദ്യയല്ല വരുന്നത്. എഴുത്തുവിദ്യക്ക് മുമ്പ് എന്താണ്? ചിത്രകലയാണ് വരുന്നത്. അതായത് ചിത്രം വരയ്ക്കണം. കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അടയാളങ്ങളും ചിത്രങ്ങളും വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പോകുന്ന വഴി അവിടെ മൃഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അവിടെ അപകടം ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവ എന്ത് ചെയ്യണം? ഇവന് സയൻസ് ആയിട്ടുണ്ടാവും ഈ ചെയ്യണം. ഈ അടയാളങ്ങൾ ചെയ്യണം. അടയാളങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചിത്രം വരയ്ക്കണം. ചിത്രം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവന് അവിടുത്തെ വസ്തുക്കളെ കുറിച്ച് നിരീക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടം അല്ലാന്ന് നമ്മളത് ചിന്തിക്കണത്. അപ്പോൾ അവർ നിരീക്ഷണം എന്ന് പറഞ്ഞ കാര്യം ഇവന് എന്ത് ചെയ്യണം? രൂപപ്പെടണം. അവൻ പോകുന്ന സ്ഥലവും അവിടുത്തെ ആ സംഭവങ്ങൾ ഇതെല്ലാം കൂടെ നിരീക്ഷിച്ച് അവൻ ചിത്രം വരച്ചു. ചിത്രം വരയ്ക്കുന്നതോടുകൂടി അവൻ എന്ത് ചെയ്ത് അവൻ്റെ ഇമാജിനേഷനാണ് ഓപ്പൺ ആക്കി. അവന് അവിടുത്തെ ഒരു സാധനത്തിൻ്റെ കോപ്പി ഇവിടെ കൊണ്ടടിക്കുമ്പോൾ അവൻ്റെ ഇമാജിനേഷൻ ഓപ്പൺ ആവുകയാണ്. ഇമാജിനേഷൻ ഓപ്പൺ ആവുന്നതിലൂടെ അവന് സ്വപ്നം കാണാൻ പഠിക്കണം. അവനൊരു ഫോട്ടോസ്റ്റാറ്റ് എഫക്റ്റ് ഉണ്ടാക്കി. മനസ്സിലായില്ലേ? ആ സ്വപ്നം കാണാൻ അവിടെ നിന്ന് പഠിച്ച് അവൻ പിന്നെ എന്ത് ചെയ്യണം? ആദ്യകാലം മുതൽ എന്തുണ്ട്? ഈ പറയുന്ന ഈ ശാസ്ത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ശരീരത്തിൽ കാലഗണനകളുണ്ട്. പല രാജ്യത്തുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്രയും ആഴത്തിൽ ഒരു ചന്ദ്രനെയും സൂര്യനെയും മറ്റ് നക്ഷത്രങ്ങളെയും നിരീക്ഷിച്ചു എന്നുള്ളതാണ്. 9 ഗ്രഹമുണ്ടെന്ന് ഇവിടെ ഈ ഇന്ത്യൻ ദർശനങ്ങൾ മാത്രമല്ല പല ദർശനങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. 9 ഗ്രഹങ്ങളുണ്ടെന്ന്. ശാസ്ത്രം വളർന്നതിന് ശേഷം 9 അല്ല 8 എന്ന് മാത്രം തെളിയിച്ചെന്നേ ഉള്ളൂ. ഒന്നില്ല എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവര് പ്രപഞ്ചത്തെ കണ്ടു തുടങ്ങി. ഇന്ന് തുടങ്ങിയതല്ല ഇവൻ്റെ പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര. മനുഷ്യനാണ് ഈ 10,000 കോടി ന്യൂറോണുള്ള ഒരാളുടെ തലച്ചോറിലെ ന്യൂറോണിനെ ചേർത്ത് വെച്ചാൽ ഭൂമിയെ 2.5 തവണ ചുറ്റും. മനുഷ്യൻ എന്തുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളെക്കാൾ ക്ലിയറായി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്ക് പ്രതികൂലം മീൻസ് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ എല്ലാ ജീവികളുടെയും ഗുണങ്ങൾ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ജീവികളെ മെരുക്കാനും ഇണക്കാനും പറ്റുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വം അനുസരിച്ച് ഏതൊരു വസ്തുവും അത് രൂപപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഘടകം കൂടി അതിനകത്ത് വെക്കും. ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ പിണ്ട വെയിറ്റുള്ളത് സൂര്യനിലാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ആ ഗ്രാവിറ്റിക്കകത്താണ് ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ഇവിടെ ഉള്ള ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന എല്ലാ പ്ലാസ്റ്റിക്കും എടുത്ത് കത്തിച്ചാൽ മതി. പിന്നെ ഇങ്ങോട്ട് മഴ പോലും വീഴില്ല. മണ്ണ് നമ്മൾ ഫുൾ 90 ഡിഗ്രി ഇടിച്ച് മാറ്റിയാലും അത് പെട്ടെന്ന് തന്നെ 45 ഡിഗ്രിയിലേക്ക് മണ്ണിടിയുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതങ്ങനെ നിന്നേനെ. ഈ പ്രപഞ്ചത്തെ തകർക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു തുരുമ്പാണ് മനുഷ്യനെന്നും ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാരണം എന്താണ്? അതായത് അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയും, ഞാൻ ഈ ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ ഞാൻ കൂടുതൽ ഭൗതികതയെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് പറയാറുണ്ട്.
പക്ഷേ ആത്മീയത മാനസികപരമായി കാലങ്ങളായിട്ട് കുറേ മനുഷ്യർ അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും പരസ്പരം എന്താണ് മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ഭൗതികപരമായ മുന്നേറ്റത്തിൽ മനുഷ്യനുണ്ടായിട്ടുള്ള നാശങ്ങൾ നിരവധിയാണ്. പക്ഷെ നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളത് കാരണം നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ വളരേണ്ടതായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു ഓട്ടത്തിനകത്താണ്. ശാസ്ത്രീയത ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പിറകിലേക്ക് മാറാൻ പറ്റുന്നത് ശ്രദ്ധിക്കാത്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ മതങ്ങൾ അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് വേണ്ടി അടികൂടുന്ന രാജ്യങ്ങളും ശാസ്ത്രീയ കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും പക്ഷേ ഒരു പകുതി ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇന്ന് ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെ ഒത്തു പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മുടെ ഭൂമിയെ രണ്ടാക്കാം, അല്ലെങ്കിൽ പകുതിയാക്കാം. അത്തരത്തിൽ പവറായി, അത്തരത്തിലുള്ള മെഷീനറികളായി നമ്മൾ പല വഴിക്കും അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്താണ് ഭൂമിയെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു വസ്തുവും നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വം അനുസരിച്ച് ഏതൊരു വസ്തുവും അത് രൂപപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഘടകം കൂടി അതിനകത്ത് വെക്കും. ഭൂമിയിൽ മനുഷ്യൻ ഇത്രയും കഴിവുള്ള ഒരു ജീവിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു പക്ഷേ ഇത്രയും കഴിവ് പവർ കൊടുത്തിരുന്ന ഇരുമ്പിനെ ഇല്ലാതാക്കാനുള്ള പവർ തുരുമ്പിന് കൊടുക്കണമല്ലോ. അതേപോലെ ഇത്രയും പവർ കൊടുത്തേക്കുന്നത് ഒരു പക്ഷേ ഈ ഭൂമിയെ ഇല്ലാതാക്കുക എന്നുള്ള അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ ഗ്രാവിറ്റി എടുത്ത് നോക്കിയാൽ അറിയാം. കാരണം എന്താണ്? അതായത് ഏതിൻ്റെ വേഗത കുറഞ്ഞാലും സ്വാഭാവികമായിട്ടും സൂര്യനിൽ ചെന്നിടിക്കും. ഗ്രാവിറ്റി അങ്ങനെയാണ്, അറിയാമല്ലോ. അപ്പോൾ സൂര്യനിൽ ചുറ്റിലുമാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ പിണ്ട വെയിറ്റ് ഉള്ളത് സൂര്യനിലാണ്. അപ്പോൾ ആ സൂര്യൻ്റെ ആ ഗ്രാവിറ്റിക്കകത്താണ് ഇവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്താണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഇതിനെ കൃത്യമായി പ്രവർത്തനങ്ങൾക്കും ഇതിനെ നശിപ്പിക്കുന്നതിനും അതായത് മറ്റൊരു ജീവികൾക്കും ഇവിടെ പ്രാധാന്യമില്ല. അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള ഉടമ്പടി ഇല്ല ഈ ഭൂമിയായിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കുത്തകാരലായി മനുഷ്യൻ്റെ ലായി. അപ്പം മനുഷ്യൻ എന്തും ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇട്ട ഒരു ഇതാണോ? കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിനും ഭൂമിക്കും മനുഷ്യനേക്കാൾ വലിയ ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ നാശം വന്നതിന് ശേഷവും ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യന്റെ വംശനാശം വന്നതിന് ശേഷവും ഭൂമി ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതിനെ ഇല്ലാതാക്കാനുള്ള പകുതി വർക്കുകളും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാക്സിമം ഇവിടെ ഉള്ള ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന എല്ലാ പ്ലാസ്റ്റിക്കും എടുത്ത് കത്തിച്ചാൽ മതി. പിന്നെ ഇങ്ങോട്ട് മഴ പോലും വീഴില്ല. മനസ്സിലായി? വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലായി? എല്ലാം കൂടെ ഇന്ന് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക്കും എടുത്ത് കത്തിച്ചാൽ മതി. എന്തായിരിക്കും നാശം? മറ്റൊരു പ്രോസസ്സ് പറയാം. നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒരു ശത്രുവായി കാണുന്നു. ലോകത്തെല്ലാത്തിലും പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഷർട്ട് ചിലപ്പം പ്ലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മിശ്രിതമാണ്. എൻ്റെ ബട്ടൺസ് പ്ലാസ്റ്റിക്കാണ്, എൻ്റെ പാൻറ്റ് പ്ലാസ്റ്റിക്കാണ്, സതീഷ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് പൂർണ്ണമായും പ്ലാസ്റ്റിക്കാണ്, കയ്യിൽ കിടക്കുന്ന വാച്ചിലെ 90% സ്പെയറും പ്ലാസ്റ്റിക്കാണ്, അങ്ങയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉൾപ്പെടെ, നമ്മൾ ഇരിക്കുന്ന ലൈറ്റ് ഉൾപ്പെടെ, നമ്മൾ കുത്തിയിരിക്കുന്ന മൈക്ക് ഉൾപ്പെടെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഉൽപ്പാദനം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനെല്ലാം പ്രകൃതിയിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു വിഭവം കണ്ടെത്തേണ്ടി വരുമായിരുന്നു. അത് മരം മുറിക്കലോ മണ്ണുമാന്തലോ ഒക്കെയായി പ്രകൃതിയെ കൂടുതൽ നശിപ്പിച്ചേനെ എന്നുള്ളൊരു ചിന്ത നിലനിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് പ്ലാസ്റ്റിക് എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം ഒന്നത്, അപ്പം പ്ലാസ്റ്റിക് നമുക്ക് ഹാനികരമായ ഒന്നാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളതിനെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളതിനെ യുക്തിപൂർവ്വം ഉപയോഗിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ലോകത്ത് ഇത്രയും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ, അല്ലെങ്കിൽ ഒരു സോളിഡ് സാധനം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. എത്ര തവണ ഇത് റീസൈക്കിൾ ചെയ്യാം എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദ്രാവകം, അല്ലെങ്കിൽ ഒരു ദ്രവ്യം, അല്ലെങ്കിൽ ഒരു ഖരം
ഏതാണെങ്കിലും അതൊരു അനുഗ്രഹം തന്നെയാണ്. ഉറപ്പായിട്ടും. അതൊന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മുൻപത്തെ ചില എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ തലയിൽ തോന്നുന്ന ചിന്തകൾ നമ്മുടെ തലയിലേക്ക് ഈ പ്രകൃതി തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരുന്നതാണ് എന്നൊരു തോട്ട് പ്രോസസ്സുണ്ട്. ചില സമയങ്ങളിൽ ചില ചിന്തകൾ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ തലയ്ക്കകത്തു നിന്നോ നമ്മുടെ കോൺഷ്യസ് മനസ്സിൽ നിന്നോ നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിൽ നിന്നോ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ നിന്നോ ഒന്നും വരുന്നതിനപ്പുറത്തേക്ക് പ്രകൃതി ചില ചിന്തകൾ, പ്രകൃതിയിലെ ചില വൈബുകൾ, ചില ചിന്തകൾ നമ്മുടെ തലയിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് തരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുത്വാകർഷണവും മനുഷ്യനും മനുഷ്യൻ്റെ ബ്രെയിനും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഇരുമ്പിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഒക്കെ സ്വാധീനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രകൃതിക്ക് നമ്മളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്, പ്രകൃതിക്കൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ പ്രകൃതി തന്നെ വിചാരിക്കാതെ മനുഷ്യൻ നാശമായി തീരാൻ സാധ്യത വളരെ കുറവല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയെ നിർമ്മിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കിയതാണ്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ, മനസ്സിലല്ലേ, അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യൻ പോയി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യൻ ഇന്ന് അതിനുള്ള സാധ്യമാണെന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. മനസ്സിലല്ലേ, അതിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ നോക്കണമെങ്കിൽ 10 മൃഗങ്ങൾ അല്ലെങ്കിൽ ദിനോസർ പോലും അതിൻ്റെ ഇവിടുത്തെ മരങ്ങളെ നശിപ്പിക്കാൻ പറ്റും. മണ്ണ് നശിപ്പിച്ചിട്ടില്ല, സ്ഥാനം മാറ്റിയിട്ടില്ല, ഏരിയകൾ മാറ്റിയിട്ടില്ല. അപ്പം നിരവധി ഇതിനെ ഇടിച്ചു മാറ്റലും ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ചേഞ്ച് സംഭവിപ്പിക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യിപ്പിക്കാൻ ഇവന് ഇത്രയും പവർ കൊടുക്കണ്ടേ, ഇവന് ഇത്രയും ബുദ്ധി കൊടുക്കണ്ടേ? JCB ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മെഷീനറികൾ ഉണ്ടാക്കുക, ഇത്തരം ഐഡിയാസ് അവന് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ആയിരിക്കും. അതായത് ഞാനും കൂടിയാണ് അതിന് കാരണം എന്നുള്ളതാണ്. ഒരു സമൂഹം എന്നാൽ ഞാനും കൂടി അതിൽ തുല്യനാണ് ഇവിടെ. എന്നാൽ ഇത് ഇല്ലാതാക്കാൻ പറ്റുന്ന, ഇവിടുത്തെ ക്ലൈമറ്റ് വരെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വരും. അത് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ആസൂത്രണം തന്നെയാണ്. അതിൽ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ ഒരു പ്ലാനാണ്. അങ്ങ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആലിനെ പറ്റി സംസാരിച്ചു. ഒരു പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ആലിൻ്റെ മുമ്പിൽ നമ്മളൊരു കുഞ്ഞിനെ കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ ഒരു ചെറിയ അരി എടുത്ത് കാണിച്ചിട്ട് നമ്മൾ പറയുക, ഈ അരിയിൽ നിന്നാണ് ഈ ആല് വന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തേ അവരത് മനസ്സിലാക്കത്തുള്ളൂ. ഇത് ഈ കുരുവിലേക്ക് പ്രകൃതി കൊടുത്ത കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് ഈ ആലുണ്ടായത്. അതേ പദ്ധതിയിലുള്ള പ്രകൃതി വൈറസ് ഉണ്ട്, ഇവിടെ ഫംഗസ് ഉണ്ട്, അമീബയുണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഒരു വൈറസിനെ നിർദ്ദേശം കൊടുക്കാൻ പ്രകൃതിക്ക് പറ്റിയാൽ പിന്നെ മനുഷ്യനുണ്ടോ? ഇല്ല, ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ. ഒരു വൈറസിന് പ്രകൃതി, എന്തായാലും പ്രകൃതിയുടെ സജഷൻസും കോൺട്രിബ്യൂഷൻസും ഗൈഡൻസും നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്, യാതൊരു സംശയമില്ല. അതെ, ഉറപ്പായിട്ടും. നമ്മളതിനെ പല പേരുകൾ വിളിക്കുന്നു എന്നുള്ളതല്ല, ഈ ഇരുന്ന് സംസാരിക്കുന്ന നിമിഷം പോലും അതുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ജീവജാലങ്ങളിലും കൺട്രോൾ ഉണ്ട് പ്രകൃതിക്കെങ്കിൽ ഒരു പ്രത്യേകതരം വൈറസിന്റെ സ്വഭാവം മാറ്റിയാൽ ഇപ്പം മതി, തീരാവുന്ന. അതാണ് പറഞ്ഞത്. അതായത് പ്രകൃതി പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ വൈറസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മനുഷ്യൻ വളർന്നിരിക്കുകയാണ്. അല്ലാതെ മനുഷ്യനെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവത്വവാദവുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോ ജീവനുള്ള ഭൂമിയെ പോലും ജീവനുള്ളതായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ജീവനുള്ള സ്ഥിതിക്ക് അത് മരിക്കണം. അപ്പൊ ഭൂമിക്കും ഒരു അവസാനം ഉണ്ടാവില്ലേ? അവസാനമുണ്ട്. അതിന് കാരണമാണോ അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ മനുഷ്യർ സൃഷ്ടിച്ചത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ അതായത് ഇതിന്റെ ഈ വേഗതയെ നിശ്ചലമാക്കാനുള്ള ശക്തി ഇതുവരെ മനുഷ്യനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറയുന്നത്, ഇതിനെ കാർന്ന് തിന്നതിന്റെ ആകൃതിയെ മാറ്റം വരുത്തി വേഗതയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ഭൂമി ഈ ഫാസ്റ്റായിട്ട് കറങ്ങുന്നുള്ള എപ്പോഴും എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞ 45 ഡിഗ്രി ചരിഞ്ഞിരിക്കണം മണ്ണിടിഞ്ഞ. മണ്ണ് നമ്മൾ ഫുൾ 90 ഡിഗ്രി ഇടിച്ച് മാറ്റിയാലും അത് പെട്ടെന്ന് തന്നെ 45 ഡിഗ്രിയിലേക്ക് മണ്ണിടിയാൻ എന്തുകൊണ്ടാണ്? ഭൂമി കറങ്ങുന്നുള്ളതാണ്. അല്ലെങ്കിൽ അതങ്ങനെ നിന്നേനെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും. മനുഷ്യൻ ചെയ്തതിനനുസരിച്ച് മാക്സിമം ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ടോട്ടൽ മാസ് കൺട്രോൾഡ് ആയാൽ മതിയല്ലോ. മണ്ണിടിച്ചു തുടങ്ങിയാൽ അവിടേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അത് വീണ്ടും ഭൂമി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന് അത്തരത്തിലൊരു, അങ്ങ് പറയുന്നൊരു വാദം ശരിയായിരിക്കാം, ഒരു പക്ഷേ മനുഷ്യൻ അതിന് കേപ്പബിൾ ആയിരിക്കാം.
പക്ഷേ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിപ്പിക്കാൻ പ്രകൃതിക്ക് നമ്മളെ ന്യൂറോൺസ് ഉണ്ടല്ലോ, ഈ മനുഷ്യനാണ് ഈ 10,000 കോടി ന്യൂറോണുള്ള. ഈ ന്യൂറോൺ ഓരോ ന്യൂറോണും ചേർത്ത് വെച്ച് ഒരാളിൻ്റെ തലച്ചോറിലെ ന്യൂറോണിനെ ചേർത്ത് വെച്ചാൽ ഭൂമിയെ 2.5 തവണ ചുറ്റും. ജമിനിയിൽ നോക്കിയോ, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയോ, ബ്രെയിനിലെ ന്യൂറോൺ മാത്രം. അപ്പോൾ ഇതിന് വളരെ വലിയ സാധ്യത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് കണക്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആസൂത്രണമായിരിക്കാം. പക്ഷെ അതൊരു ഈ ഭൂമിയെ അല്ലെങ്കിൽ ഇരുമ്പിനെ, അതായത് ഭൂമിയെ ഇല്ലാതാക്കുന്ന തുരുമ്പെന്ന് പറഞ്ഞത് ഞാൻ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഈ പവർ കണ്ടിട്ടാണ് ഞാനത് പറയേണ്ടി വന്നത്. കാരണം അതിൻ്റെ ശരിയായ ഒരു ഇതിലൂടെ മാത്രമല്ല പോകുന്നത്. ഇപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഉണ്ട്, ഇവിടെ എല്ലാം വേണം, നമുക്കെല്ലാ ഘടകങ്ങളും കൂടി ചേർന്നേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കതിന് മറ്റൊന്ന് കണ്ടെത്തേണ്ടി വരും. ഈ നമ്മളെ ആലിൻ്റെ വിത്തടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴെന്ന് പറയുന്നത്, പക്ഷേ ചേരേണ്ടത് കറക്റ്റ് ചേർക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ഒരു പ്രത്യേകത. സൈനൈഡ് കഴിച്ചാൽ നമ്മൾ മരിച്ചു. എന്തുകൊണ്ടാണ്? ചേരേണ്ടതല്ല, അതൊരിക്കലും ശരീരത്തിൽ ചേരേണ്ടതല്ല, അതവിടെ ഇല്ലാതാവുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്. അല്ലെങ്കിൽ മറ്റൊന്നിന് പൊട്ടിത്തെറി കിടക്കുക, മറ്റൊന്നിനെല്ലാം ഇല്ലാതാക്കുക, ഈ പ്രോസസ് നടക്കും. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങളെക്കാൾ ഇത്രയും ക്ലിയറായി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്ക് പ്രതികൂലം മീൻസ് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്ന എന്തായാലും ഇത്ര മണിക്കൂർ രാത്രി ഉറങ്ങണം എന്ന് പറയും. ഇന്ന് മനുഷ്യന് എത്ര മണിക്കൂർ ഉറങ്ങുന്നത്? ഇന്നിവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാത്രിയാണ്. നമ്മളെ വീട് വിടാൻ ഒരു പത്രം വരുന്നത് പോലും ആ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി പറഞ്ഞിരിക്കുന്ന പോളിസിയിലല്ല എന്ത് ചെയ്യുന്ന ജീവിക്കുന്ന. ഏതൊരു വസ്തു ഇട്ടാലും അത് താഴേക്ക് പതിക്കുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ പവറുള്ള ഊർജം കൊടുത്ത് മേലോട്ട് എന്ത് ചെയ്യാണ്? റോക്കറ്റ് വിടുകയാണ്. അല്ലെങ്കിൽ അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഓപ്പോസിറ്റ് നിയമങ്ങളാണ് എപ്പോഴും മനുഷ്യരെടുത്തുള്ളത്. ബാക്കിയുള്ളവർ അങ്ങനെയല്ല. നമ്മളിൽ മൊബൈല്, ഇട്ടിരിക്കുന്ന വസ്ത്രം എല്ലാം നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ ഒരു ചിട്ടയും ഇത് പരിപാടി നമുക്കുണ്ട്. അങ്ങനെ കണക്ട് ചെയ്താണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ അതിനെ വിലയിരുത്തിയതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ. മനുഷ്യനൊരു മറ്റൊരു ജീവജാലം എല്ലാം അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ സ്റ്റോറേജ് അല്ലെങ്കിൽ ആ ഇത് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ട, അവരെടുക്കുന്നില്ല. അവർക്ക് വേണ്ടെന്നോ അവരെടുക്കുന്നില്ലെന്നോ അവരെ കഴിവിടുന്നോ എന്തുകൊണ്ടെങ്കിലും പറയാം. പക്ഷെ മനുഷ്യൻ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളിലും പ്രപഞ്ച തത്വങ്ങൾ എന്ന് പറഞ്ഞ കുറേ തത്വങ്ങൾ. ആ തത്വങ്ങളിൽ ചില തത്വങ്ങളെ നമ്മൾ കൃത്യമായി അനുസരിച്ചില്ലെങ്കിൽ പരാജയപ്പെടും. ചില തത്വങ്ങൾ ഓപ്പോസിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പരാജയപ്പെടും. രണ്ടുമുണ്ട്. മാംസ ബുക്കുകളും സസ്യ ബുക്കുകളും ഉണ്ടല്ലോ, അതിനകത്തൊരു ടീം വർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് മാംസ ബുക്കുകൾക്കാണെന്ന് കേട്ടിട്ടുണ്ട്. സുഭാഷിയുടെ വീഡിയോയിൽ ഞാനത് കണ്ടു. എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഞാനും ഏതോ ഒരു ബുക്കിൽ വായിച്ചാണ്. എനിക്ക് തോന്നുന്നു നഗ്നവാനരനോ അങ്ങനെ ഒരു ബുക്കാണെന്ന് തോന്നുന്നു. എനിക്കത് അതിലാണെന്ന് തോന്നുന്നു. അവിടെ അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ, അതായത് ഈ കുരങ്ങൻ എന്ന് മരം കയറ്റം നിർത്തിയോ അന്ന് മുതലാണ് മനുഷ്യനായി തുടങ്ങി എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ആ വിഷയം. അപ്പോൾ അതിൽ അതായത് ഈ മരത്തിൽ കയറി പഴങ്ങൾ പറിച്ച് തിന്നിരുന്ന വിഭാഗങ്ങളുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളവർ സംഘടിതരായിട്ടില്ല. പക്ഷേ ആ മരത്തിൽ കയറാതെ മൃഗങ്ങളെ വേട്ടയാടിയവർ എന്ത് ചെയ്തു? സംഘടിതരായി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴവർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. അത് ആരും പറിച്ച് കൊടുക്കണ്ട. ഓൾറെഡി അത് ഒരു സ്ഥായിയായ ഒരു സ്ഥലത്തുണ്ട്, പറിച്ച് കഴിക്കുക. പക്ഷേ മൃഗങ്ങളെ അല്ലെങ്കിൽ മറ്റൊന്നിനെ വേട്ടയാടണമെന്നുണ്ടെങ്കിൽ, മാംസം കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഏകീകൃതമായിട്ടുള്ളൊരു സ്വഭാവം വേണം. അവർക്ക് ആസൂത്രണം വേണം. അതിന് അവർക്ക് ആദ്യം തീ കണ്ടുപിടിച്ചത് ആഹാരം വേവിച്ച് കഴിക്കാനെന്ന് പറയുന്നത് മനസ്സിലല്ലേ? അവിടെ ഈ ആഹാരം വേവിച്ച് കഴിക്കുക എന്നുള്ള ഈ മാംസത്തെ, അപ്പോൾ അത് ആ തീ കണ്ടുപിടിച്ച ഒരു ആസൂത്രണമാണ്, ഒരു പ്ലാനിങ് ആണ് അവരുടെ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ആഹാരം ആദ്യമായി അവർ ഏകീകരിക്കാൻ സാധ്യതയുള്ളത് ഈ
മാംസ കഴിക്കുന്നതിന് വേണ്ടി, പാചകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പാചകം ചെയ്യുന്നതിന് വേണ്ടി, അതിനോടൊപ്പം വേട്ടയാടാൻ പോകുമ്പോൾ വലിയ മൃഗങ്ങളാണ്, മനുഷ്യന് ഒറ്റയ്ക്ക് വേട്ടയാടാൻ കഴിയില്ല. അപ്പോൾ വലിയ ടീമുകൾ തന്നെ വേണം. അപ്പോൾ വലിയ വലിയ മൃഗങ്ങളുള്ള സ്ഥലത്ത് വലിയ വിഭാഗം ജനത കൂടെ ഉണ്ടാവണം. അല്ല, ഈ വലിയ മൃഗങ്ങളെ ജീവിക്കാൻ നമ്മളന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ തന്നെ വേട്ടപ്പട്ടിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. ആ വലിയ മൃഗങ്ങളെ പോലും വേട്ടപ്പട്ടി, കാട്ടുപട്ടികൾ, അതൊന്നും വിജയിക്കുക തന്നെയല്ലേ പറഞ്ഞത്? അല്ലല്ല, അതായത് ശരിയാണ് പറഞ്ഞത്. അങ്ങ് ഈ ഒരു ഡയമെൻഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സസ്യബുക്കുകൾക്ക് ഇങ്ങനൊരു സംഘടിതമായ ഒരു രീതിയുടെ ആവശ്യമില്ല. മാംസബുക്കുകൾക്ക് അത് ആവശ്യമുണ്ട്. അത് കാട്ടിലായാലും നാട്ടിലായാലും മാംസബുക്കുകളാണ് ലോകം എനിക്കൊന്ന് കൂടുതൽ കീഴടക്കിയിട്ടുള്ളത്. ഈ മുമ്പ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് ബുദ്ധി കൂടുതൽ സസ്യബുക്കുകൾക്കാണ്, എന്താ പറയുക, ആയുസ് കൂടുതൽ സസ്യബുക്കുകൾക്കാണ്, രോഗവിമുക്തരാകുന്നത് സസ്യബുക്കുകളാണ്. പക്ഷേ ഈ ചിന്തകൾക്കെല്ലാം വിരുദ്ധമായ, അല്ലെങ്കിൽ ഈ ചിന്തകളോടെല്ലാം തന്നെ ചലഞ്ച് ചെയ്യാവുന്ന മറ്റൊരു ചിന്തയാണ് സസ്യബുക്കുകൾ സംഘടിതരല്ല എന്നുള്ളൊരു ചിന്ത. മാംസബുക്കുകളെല്ലാം നമ്മൾ നോക്കിയാൽ ഒട്ടുമിക്കതും പാക്ക് ആനിമൽസാണ്. മനുഷ്യരിൽ തന്നെ സസ്യബുക്കുകളും മാംസബുക്കുകളെയും കൂടെ നമ്മൾ നോക്കിയാൽ, മാംസബുക്കുകൾ ചിലപ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കുമെങ്കിൽ പോലും, തമ്മിൽ തല്ലുമെങ്കിൽ പോലും, തമ്മിൽ കടിച്ചു കീറുമെങ്കിൽ പോലും അവർക്ക് എവിടെയോ ഒരു സംഘടിത സ്വഭാവത്തിൻ്റെ ഉണ്ടാവും, ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടാവും. ഇതിൻ്റെ ഒരു എന്തായിരിക്കും ഇതിൻ്റെ ഒരു മാനസികത, എന്തായിരിക്കും ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വ്യൂ? എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നത് മനുഷ്യൻ മാംസബുക്കാണ് എന്നുള്ളതിൻ്റെ തെളിവാണെന്നുള്ളത് അടിസ്ഥാനമായി. അതുകൊണ്ടാണ്, അതായത് ആ ഏകീകൃതമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അവൻ സസ്യബുക്ക് ആണെന്ന് വാദിക്കാൻ പറ്റൂല, മാംസബുക്കാണ് എന്ന് പറയേണ്ടി വരും എന്നാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അവന്റെ ഏകീകൃതമായ സ്വഭാവം ഉണ്ടാകാൻ കാരണം ഈ എന്ന് വെച്ചാൽ ഓടിപ്പോകുന്ന തീറ്റയെ പിടിക്കുക, അങ്ങനെ പറയാം. സസ്യബുക്ക് ആണെങ്കിൽ ഒരു പഴം ഓടിപ്പോകില്ലല്ലോ. ഇല്ല, ഇനി എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണത്തെ പിടിക്കാനുള്ള ഒരു പ്ലാനിങ്, അതായിരിക്കും അവന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഏകീകൃത സ്വഭാവം എന്ന് പറയാം. പിന്നീട് അവൻ കൃഷിയിലും ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി ഇവന് സ്വാഭാവികമായിട്ട് ഇണങ്ങി. അവിടെ ഞാൻ തുടക്കമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 3 ടൈപ്പ് ബ്രെയിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 3 ടൈപ്പ് ആ ബ്രെയിൻ, ഇത് 3ഉം നമ്മളിൽ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ എല്ലാ ജീവികളുടെയും ഗുണങ്ങൾ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ജീവികളെ മെരുക്കാനും ഇണക്കാനും പറ്റുന്നത്. എല്ലാ ജീവികളുടെയും ബ്രെയിൻ മനുഷ്യനിൽ നിന്ന് ഓൾറെഡി ഉണ്ട്. മനുഷ്യൻ്റെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തിരിച്ചറിയാൻ പറ്റുന്നത് മാത്രമല്ല, അതായത് നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഭയം, നമ്മളെ ഇല്ലാതാക്കുന്ന പേടിയോ അല്ലെങ്കിൽ ദേഷ്യമോ ക്രോധമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ റെപ്റ്റീലിയൻ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. അവിടെ കടിച്ച് തന്നെ തിന്നാൻ പറ്റുന്ന ഒരു ഇതിലോട്ട് മാറും നമ്മൾ. അതായത് ഈ പേടി, നമ്മൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് രണ്ടിലും ഉള്ളൊരു വിഷയമുണ്ട്. ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ ക്രോധം, ഇന്നും നമ്മളിലുള്ള ആ ക്രോധം നിൽക്കുന്നത് അതിലാണ്. ഫ്ലൈറ്റ് നമ്മൾ പേടിച്ച് ഇന്നും ഭയം നമ്മളിൽ നിൽക്കുന്നതിൻ്റെ പിന്നിലും ഈ പ്രോസസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മൃഗങ്ങളുടെയും ഗുണം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവൻ എന്ത് ചെയ്തു, കൃഷിയും അതേപോലെ തന്നെ ചെയ്തു. അതായത് ഈ കടലും മലയും എല്ലാം ഇണങ്ങുന്ന ഒരു ജീവിയായിട്ടാണ് മനുഷ്യൻ മാറിയത്. അല്ലെ, കൃഷിയുടെ കാര്യം പറയുമ്പോഴേ, കൃഷി ചെയ്യുന്ന ഒരു ടീം വർക്ക് ഉള്ളവർക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ തിന്നാനുള്ള ആൾക്കാർ വേണം. ഇപ്പൊ ഞാൻ കൃഷി ചെയ്യണത് മുഴുവൻ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബക്കാരും കൃഷി ചെയ്യണത് എനിക്ക് തിന്നാനുള്ള മാത്രമല്ലല്ലോ കൃഷി ചെയ്യണേ. ഒരു ടീം ഉള്ളതുകൊണ്ടാണല്ലോ. അത് കൊടുത്തിട്ട് വേറെണ്ണം വാങ്ങുക, അതിനുശേഷം ബാറ്റർ സിസ്റ്റം ആണെങ്കിലും അതിന്റെ കറൻസി വന്നു, ഇതൊക്കെ ഇതിനോട് അനുബന്ധമായ കാര്യങ്ങളല്ലേ? ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ പറഞ്ഞപ്പോൾ ഈ കൃഷിയും കൂടി അതിനകത്ത് നമ്മൾ വന്നതും കണക്ട് ചെയ്തത്. കൃഷിയും മനുഷ്യന് ഇണങ്ങുന്ന ഒരിതായിട്ട് പോയി, അവിടെയും അവന് കൂട്ടം ആയിട്ട് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളൊരു ഇത് ഉണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, മനുഷ്യൻ മാംസബുക്കാണ് എന്ന് പറഞ്ഞതിന്റെ 2 വശങ്ങളെയും കൂടി ഞാൻ അതിനകത്ത് പോയിന്റ് ചെയ്തത്. അതുകൊണ്ടാണോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമ്മേളനത്തിലൊക്കെ പോകുമ്പോൾ ബിരിയാണി കൊടുക്കുന്നത്? ആ ടീം വർക്ക് ഉണ്ടാകാനാണോ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ ചെയ്യുന്നത്? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.